إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. സത്യവിശ്വാസി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിലെ വിധി നിഷേധത്തെ നല്ലപോലെ പഠിച്ചിട്ട് ജീവിതത്തിൽ പാലനാക്കിയിട്ട് അവസാന ഗലികത്തോറും തഖ്വാവുള്ളവനായി ജീവിക്കുന്ന ചൊല്ലുള്ള വസിയത്ത് സദുപദേശ സ്വന്തം നഫ്സിനൊട്ടിക്കും നിങ്ങളുടെ ഓരോരുത്തരൊട്ടിക്കും ഞാൻ വസിയത്താക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ജീവിക്കുന്നവർക്കും കാലം അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളെ കൂട്ടത്തിൽ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവരുടെ ജന്നാത്തുൽ ഫിർദൗസ് ഉജ്ജ്വല സ്വർഗ്ഗത്തിൽ അല്ലാഹു ഞങ്ങളെല്ലാവരും ഒന്നാക്കി കൂട്ടട്ടെ. സഹോദരന്മാർ, മർമ്മപ്രധാനമായ ഒരു വിഷയത്തിൽ നിങ്ങൾ പഠിക്കണമായിട്ട്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സംകഷ്ടങ്ങൾ, ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുമ്പോൾ ആലമാറിപ്പോ കഷ്ടപ്പാട് വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും. ചിലപ്പോഴും സീക്കരക്കാരന അല്ലെങ്കിൽ ജോബ് നഷ്ട അല്ലെങ്കിൽ വേറെ വേറെ രൂപത്തിലായിരിക്കും. ഓരോരോ ആളുമാരെ ആള് പരിസ്ഥിതി അങ്ങ് അറിഞ്ഞാറ് അതിനെ കാട്ടിയാറ അള്ളാഹു വൈദിക്കാർ അറിഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഞങ്ങൾ സ്വീകരിക്കാനായ ഒരു വിഷയത്തിൽ ഞങ്ങളെ ദുആ ആത്മാർത്ഥത ചൊല്ലുന്നത്, ആത്മാർത്ഥമായിട്ടുള്ള ദുആ. അപ്പൊ ഇതുമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുള്ളത് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നേ കാലഘട്ടത്തിൽ അവിടുത്തെ ജീവിച്ച ബഹുദേവ വിശ്വാസിമാരെ അവസ്ഥ എന്തായിരിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ദുആക്ക് എങ്ങനെയൊക്കെ ഉത്തരം കൊടുത്താണ്. അപ്പൊ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടി തന്നെ പാഠങ്ങൾ എന്തിനേയും ചൊല്ലുന്നതായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ സൂറ യൂനുസ് 22-ാമത്തെ ആയത്തിൽ ബഹുദേവ വിശ്വാസികളെ മുശ്രിക്കീങ്ങളെ അല്ലേ അല്ലാഹുവിനെ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഖാലിഖ് അല്ലാഹു വൈദിക്ര മലവർപ്പാട്ടെ അല്ലാഹു വൈദിക്ര റിസ്ക് തന്നെ അല്ലാഹു വൈദിക്രാണ് ഈ എല്ലാം കൺട്രോൾ ആക്കിയ ചൊല്ലുള്ള വിശ്വാಸ ಅಂಗಿಂದು ഖുർആനിൽ ധാരാളം ആയത്തുകൾ അല്ലാഹു പഠിപ്പാടിത്തുണ്ടാണ് ആയനി എന്ത് അങ്ങനെ വന്ന പ്രോബ്ലംസ് ആ ഇബാദത്ത് അല്ലാഹു കൊടുത്തിട്ടില്ല അല്ലാഹു അല്ലാഹുവിന്റെ വൈദിക്ര സ്വാലിഹീൻക്ക് മഹാത്മാക്കന്മാരെ പ്രതിരൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അല്ലാഹുവിനെ മധ്യവർത്തിയിൽ സ്വീകരിച്ചിട്ട് അവരുടെ ദുആ ചെയ്തു അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സന്ദേശത്തെ അവർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഖുർആനിൽ കാണാം ആയതും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിഷയത്തിൽ നമുക്ക് പഠിപ്പാടി തന്നാണ് ഹുവല്ലദീ യുസയ്യിറുകും ഫിൽ ബർരി വൽ ബഹർ അല്ലാഹു വൈദിക്രാണ് നിങ്ങളെ നിലത്തും ഭൂമിയിലും അതേപോലെ കടലിലും സഞ്ചരിപ്പാട്ടോ യാത്ര ആക്കാട്ടോ അല്ലാഹു വൈദിക്രാണ് ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽകി നിങ്ങൾ എവിടത്തോളം ചൊല്ലുന്നതായെങ്കിൽ കപ്പലിൽ ഇക്കരെ പോലത്തെ ഒരു സന്ദർഭം വജറൈന ബിഹിം ബിറീഹിൻ ത്വയ്യിബത്തിൻ നിങ്ങളെ ഒരു നല്ല കാത്ത് അത് നിങ്ങളെ കപ്പലിൽ നിങ്ങളെ കടലിൽ മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭം വഫരിഹു ബിഹാ നിങ്ങൾ അപ്പ ഭാര്യയോട് കുസിയുടെ അവസ്ഥയിലാണ് കപ്പലിൽ യാത്രയാക്കുമ്പോഴത്തേക്കും എന്തൊരു കണ്ടാന്തരല്ലാത്ത നല്ല സമാധാനത്തിലുള്ള കാത്തിലെ മുഖാന്തരം ആ കപ്പൽ ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഭാര്യ റാഹത്തുള്ള അപ്പഴത്തേക്ക് ഘോരമായ ചണ്ടമാറുന്ന അവന്റെ ആ സന്ദർഭത്തിൽ കടലിൽ തിരമാടുന്ന എല്ലാ ജാതിയും എല്ലാ കവറാക്കുന്ന എല്ലാ സൈഡുകളും നിൽക്കും രക്ഷണ ഇല്ല ചൊല്ലിരിക്കുന്നത് കാരണം ചണ്ടമാറുത്ത ഭയങ്കരമായിട്ടുണ്ട് അതേപോലെ എല്ലാ മുഖത്തും സരമാലങ്ങൾ ഭക്തനക കവറായിട്ടുള്ള ഇനി നമുക്ക് ഒരു രക്ഷണം ഇല്ലാതെ കാണുമ്പോഴത്തേക്കും അതെന്താക്കാറ് അല്ലാഹുവിന്റെ ഇഖ്ലാസോട് കൂടി ദുആക്കണം അപ്പൊ ഇഖ്ലാസ് ചൊല്ലുന്നത് ആത്മാർത്ഥത ചൊല്ലുന്നത് ഖൽബുലുള്ളത് അത് ബായിൽ വന്നത് അല്ലെ അല്ലെങ്കിൽ ഖൽബുലില്ലാത്തത് ബായിൽ വന്നത് അതിന് കാപ്പട്ടിയ ചൊല്ലു നിഫാഖ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖ്ലിസീന കംപ്ലീറ്റ് അങ്ങനെ എല്ലാം അത് അല്ലാഹു സമർപ്പണാക്കിയിട്ട് ആ അല്ലാഹുവിന്റെ ദുആ ചൊല്ലാറ് ലഇൻ അൻജൈതനാ മിൻ ഹാദിഹി യാ അല്ലാഹ് ഇതിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയെങ്കിൽ ലനകൂനന്ന മിനശ് ശാകിരീൻ ഞങ്ങൾ ശുക്റുള്ളതായിട്ട് തീർക്കാൻ ചൊല്ലുക ഇതാണ് വിഷയം ചൊല്ലി മുശ്രിക്കീങ്ങളുടെ വിഷയത്തിൽ ചൊല്ലി അപ്പൊ ഈ ആയത്ത് വിശദീകരിച്ചത് മഹാനായ ഖുർത്തുബി റഹിമഹുല്ലാഹ് ചൊല്ലുന്നത് ഇഖ്ലാസോട് കൂടി സർവസമ്പൂർണമായ സമർപ്പണ അല്ലാഹു വെച്ചിട്ട് അല്ലാഹുവിന്റെ ദുആ ഐ ദഅു വഹ്ദഹു തറകൂ മാ കാനൂ യഅബുദൂന അല്ലാഹുവിന്റെ മാത്രമേ ദുആ അത് ആരാധിച്ചൊഴിഞ്ഞ പോലത്തെ മിഥ്യ ആരാധ്യന്മാരെ എല്ലാം കൊണ്ടുവിടുകയാണ് ഒരു ചൊല്ല് വഫീ ഹാദാ ദലീലുൻ ഇതില് ദലീൽ ഇതില് പുരാണം എന്ന് ചൊല്ലുന്നതെങ്കിൽ അലാ അന്നൽ ഖൽഖ ജുബിലു അലാ റുജൂഇ ഇലല്ലാഹി ഫിശ്ശദാഇ സംകഷ്ടത്തെ സന്ദർഭത്തിൽ കഷ്ടപ്പാടുകൾ മുസീബത്തുകൾ അടിക്കടി പ്രോബ്ലംസിനെ വരുമ്പോഴത്തേക്കും എല്ലാ മഖ്ലൂഖീനും അത് അല്ലാഹുവിനെ നിഷേധിക്കുന്നവരാവട്ടെ അവന് കാഫിറിനെ അറിയപ്പെടുന്നവരാവട്ടെ ആരായാലും അവന് കഷ്ടത്തിൽ സന്ദർഭത്തിൽ അവൻ എന്താക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൈഡിലേക്ക് തിരിയാണ് ചൊല്ലുന്നത് വഅന്നൽ മുത്തറ യുജാബു ദുആഹു മുത്തറായ മനുഷ്യക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദുആക്ക് എന്ത് കൊടുക്കാണ് ഉത്തരം കൊടുക്കാണ് ചൊല്ലുന്നത് അപ്പൊ മുത്തറായ സംഘർഷത്തിൽ ഇങ്ങനെ പോലത്തെ ഒരു മനുഷ്യക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുത്തു അവന്റെ ആ ഗണ്ഡാന്തരത്തിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്താനാണ് ചൊല്ലുന്നത് മനസ്സിലാകുന്നതായ വിഷയം
وإن كان كافرا അത് കാഫിറായും هذا لانقطاع الأسباب ورجوعه إلى الواحد رب الأرباب കാരണം അസ്ബാബ് ഒരു പിടുത്തമില്ല ഇനി രക്ഷപ്പെടുമില്ല ഒരു മാർഗമില്ല താമത്തും പിന്നെ അവർ മടങ്ങുക എല്ലാ വിദ്യ ആരാധ്യകന്മാരെ ആരാധ്യത്തിലെ ലയിച്ച ആരാധ്യർ സേന കൈത്തിക്കുന്നത് ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സേന കൈത്തിക്കുന്നത് മനുഷ്യരെ ചൊല്ലുന്നത് മഹാനായ ഇമാം ഖുർതുബി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൻ-നംൽ എന്ന് പഠിപ്പിക്കുന്നതാണ് അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹു വയക്ഷിഫു സൂഅ. മുദ്ദറായ ഒരു മനുഷ്യ, സങ്കഷ്ടത്തില് ഗണ്ഡാന്തരത്തില് കുടുങ്ങിത്തുള്ളതായ ഒരു മനുഷ്യ, അവരുടെ ദുആക്കാണ് ആവട്ടെ അല്ലാഹു വരട്ടെ അവരുടെ ദുആക്ക് ഉത്തരം കൊടുത്തു അവരുടെ കഷ്ടത്തെ നിവാരണമാക്കിയിട്ട് ഈ ഭൂമിയുടെ മേൽ ഒരു പ്രതിനിധി ഇനി പണ്ട് പീലികയ്ക്ക് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ മേൽ നിലനിൽപ്പാട്ടാണ്. ഇങ്ങനെ നിലനിൽപ്പാടുമ്പോൾ അല്ലാഹുവിന്റെ പേര് ആരാധ്യന്മാരുള്ള ചോദിക്കുക എന്താണ് അല്ലാഹു ആഗ്രഹം. ഒന്നാമത്തേത് കഷ്ടത്തെ സന്ദർഭത്തിൽ ദുആക്ക് ഉത്തരം കൊടുക്കുക, ആ കഷ്ടത്തെ നിവാരണമാക്കുക. നിവാരണമാക്കുന്ന ഭൂമിയുടെ മേൽ അല്ലാഹുവിന്റെ പ്രതിനിധിയെ നിലനിൽപ്പാട്ടും അല്ലാഹുവിന്റെ പേര് ആരാധ്യന്മാരുള്ള ഇല്ല. നിങ്ങൾ എല്ലു മാത്രമേ ആലോചനാക്രമിക്കുകയും ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാർഗത്തിൽ വിശദീകരിച്ചിട്ട് മഹാനായ ഖുർതുബി റഹിമഹുല്ലാഹ് ചൊല്ലുന്നു ദമിനല്ലാഹു തആല അല്ലാഹു ഗ്യാരണ്ടി തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്യാരണ്ടി ചൊല്ലുന്നു എന്ന് ഇജാബത്തുൽ മുദ്ദറി ഇദാ ദഅാഹു. മുദ്ദറായ മനുഷ്യ അവരുടെ ദുആക്കും അവരുടെ ദുആക്ക് ഉത്തരം കൊടുക്കുകയാണ് ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുന്നു വഅഖ്ബറ ബിദാലിക അൻ നഫ്സി. അവരുടെ അല്ലാഹു അവരുടെ നഫ്സിനെ വിഷയത്തെ ചൊല്ലുന്നു ഞാൻ ഉത്തരം തന്നെ വസ്സബബു കാരണം ഫീ ദാലിക അന്ന ദറൂറ ഇലൈഹി അത്യാഗത്യത്തെ സന്ദർഭത്തിൽ അതെ ചിലപ്പോൾ രോഗി കഷ്ടം ഇനി ഒരു രക്ഷപ്പെടും ഓർമ്മയില്ല എല്ലാ ആളുമാരും കൈവിട്ടാൽ അതല്ലെങ്കിൽ സ്വന്തം ഹോസ്പിറ്റലിലേക്ക് അന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാം ഇഷ്ടപ്പെട്ട ആളുമാരായിരിക്കാറ് ആരും രക്ഷപ്പെടുന്നത് ആവാതെപ്പെട്ട പരിസ്ഥിതി അവന്റെ സന്ദർഭത്തിൽ അവന്റെ മനസ്സ് പെട്ടു അവന്റെ കണ്ണിൽ തന്നി വണ്ട് അവന്റെ സന്ദർഭത്തോട് അല്ലാഹുവിന്റെ ദുആണ്ടായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദൗറത്തിനെ മനസ്സിലാക്കിയിട്ട് അവന്റെ കൽബ് പൊട്ടിത്തുകൊണ്ട് ഇഖ്ലാസ് ആയിരിക്കും വഖഫൽ ഖൽബി അമ്മാ സിവാഹു അവരുടെ ആലമേലുള്ള ബിലിവാക്കി തിന്ന ആ അസ്ബാബുകൾ എല്ലാം കൈതപ്പിച്ചു പോയത് അവരുടെ ആരും രക്ഷപ്പെടുത്ത ഒരു സാമ്പത്തികമായ സെറ്റപ്പുകളാവണ്ട ഒരു അധികാര ബലത്തിലാവണ്ട അതല്ലെങ്കിൽ അവർ ആരാധിച്ചു എന്നെ പോലെ ഇന്നിത്ര ആരാധ്യന്മാരാവണ്ട ആരും കയ്യിൽ കിട്ടില്ല താമസത്തിൽ അവരുടെ മനസ്സിൽ റബ്ബല്ലാഹ് പിന്നെയോ ആരും ശക്തിയുടെ സൈഡിലേക്ക് അവർ മാറുന്നില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസ് ചൊല്ലുന്നതായി നിഷ്കളങ്കത്തിലായെങ്കിൽ അത് റബ്ബിനെ മുന്നോട്ട് അത്യധികമായ വലിയ മഹാൻ സ്ഥാനം പിടിച്ചപ്പോഴോട് ജാഗരിക്കുന്നത് വജദ മിനൽ മുഅ്മിൻ ഔ കാഫിർ അത് മുഅ്മിനാവട്ടെ അത് കാഫിറാവട്ടെ തായിബൻ അല്ലാഹുവിനെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാവട്ടെ ഔ ഫാജിർ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഒരു വ്യക്തിയാവട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ രക്ഷപ്പെടുത്താനാണ് ചൊല്ലുന്നത്. എന്താ വലിയ വിഷയം അപ്പൊ എന്തുകൊണ്ട് ഉത്തരം കിട്ടാതിരിക്കുമോ കാരണം ആ ഇഖ്ലാസില്ല എത്ര ഗണ്ട കാരണം ഏത് ഇബാദത്തിന് സ്വീകാര്യത്തെ മർമ്മ അല്ലാഹു പരിപാലിച്ചത് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ സർവസമ്പൂർണ്ണമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സമർപ്പിച്ചിട്ട് ഇഖ്ലാസോട് കൂടിയിട്ട് അവന്റെ മാത്രമേ ഇബാദത്ത് എടുക്കണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ആദത്ത് വേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കേവലമായ
ഒരു സൈഡ് വെയിറ്റിക്കല് നിങ്ങൾ അമറിന്റെ സൈഡ് വെയിറ്റിക്കല് അപ്പൊ ഉത്തമമായ മനുഷ്യ അവളെത്തിക്കല് അവളുടെ ദുആ അപ്പൊ പ്രത്യേക മനുഷ്യൻ എല്ലാ സന്ദർഭത്തിലും അവന്റെ മനസ്സിൽ ഇഖ്ലാസ് ഉണ്ട്. അല്ലാഹുവിന്റെ യാതൊരു സുജൂദിൽ യാതൊരു ദുആകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന പലകയില് മൂന്ന് രൂപത്തിൽ അടിമയ്ക്ക് ഉത്തരം കിട്ടും. അത് ഒന്ന് ചിലപ്പോൾ അവന് കേൾക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുവാൻ, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറ്റേ എന്തായാലും ഒരു മുസീബത്തിലെ അതിൽ നിന്ന് തട്ടുക, അത് കൊടുക്കാല ബാക്കി അവർക്ക് എന്തായാലും മുസീബത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുവാൻ, അതും അല്ലെന്നായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൊരു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ആഖിറത്തിൽ ഒരു വലിയൊരു പ്രതിഫലം കിട്ടുന്ന കർമ്മത്തിൽ അല്ലാഹു രേഖപ്പെടുത്തി വയ്ക്കലാണ് ചൊല്ലുന്നത്. അപ്പൊ സഹോദരന്മാരെ, ഞങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതിന്റെ ഉദ്ദേശമേ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് അല്ലാഹുവിനെ അടിമയാക്കുക, അല്ലാഹുവിനെ യജമാനാക്കുക. അല്ലാഹു ആഗ്രഹിച്ചതായ അത് ആഗ്രഹം തിരിച്ചറിയണം. ആ എന്ത് ആഗ്രഹിച്ചാലും അതിന്റെ തിരിച്ചറിയണം. അല്ലാഹുവിനെ അതിയായ തിരിച്ചോ അല്ലെ ആഗ്രഹം ചൊന്നായെങ്കിൽ ഒരു ഹറാമ് അത് ഞാൻ ആഗ്രഹം റബ്ബ് ചൊന്നാണെന്നായെങ്കിൽ അത് പൂർണ്ണമായ അതിൽ എത്ര ആത്മാർ മുന്നിൽ ചിന്തിക്കട്ടെ, അത് എത്ര ശരീരത്തിന് ലഭ്യത കിട്ടുന്നതാവട്ടും ആസ്വാദനം കിട്ടുന്നതാവട്ടും മുഴുവനെ നിഷേധിക്കണം. കാരണം അല്ലാഹുവിനെ അടിമയായിരിക്കണം. ഞങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരലോകത്ത് പോയിട്ട് സ്വർഗ്ഗതാവുണ്ടായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാട്ടുന്നത് തെളിയിക്കൊണ്ട് ഞങ്ങളെ ജീവിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തുൽ ഗാഫിറിൽ ചൊല്ലുന്നു, വഖാല റബ്ബുക്കും നിങ്ങളെ പരിപാലനാക്കൽപ്പോട്ട് നിങ്ങളെ റബ്ബ് അല്ലാഹു ചൊല്ലുന്നു, നിങ്ങൾ രണ്ടൊട്ടിക്ക് ദുആ ചെയ്യൂ അസ്തജിബ് ലക്കും, ഞാൻ കൊടുത്താൽ തന്നെ. ചിലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല കഷ്ടപ്പാട് തന്റെ ഹിക്മത്തിന്റെ വിചാരിക്കാം അല്ലാഹുവിന്റെ ദുആ സന്ദർഭത്തിൽ നമുക്ക് കഷ്ടപ്പാട് റാഹത്തിന്റെ അവസ്ഥ തന്നിരുന്നെങ്കിൽ ചിലപ്പോഴും ആ ദുആക്ക് കൈ വയറ്റി കിട്ടാൻ അല്ലേ മനുഷ്യർക്ക് അടുത്ത സന്ദർഭത്തിലേക്ക് ചിലപ്പോൾ അടിക്കടി സുഖസമ്പത്ത് കിട്ടുമ്പോഴും ചിലപ്പോൾ മനുഷ്യന്മാര് അല്ലാഹു ദീനിൽ തപ്പിത്തുകൊണ്ട് സാധ്യതയും യാതൊരു കാറുണ്ടെ പോലത്തെ അവസ്ഥകൾ കാണും. നന്റെ സ്വന്തം താക്കത്ത് കൊണ്ടതാണ് ഉണ്ടാക്കിയത്, ഇത് നന്റെ പവർ കാറുണ്ട് അല്ലേ. എന്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതായ റിസ്ക് കൊടുത്തതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മറന്ന അല്ലേ നഗ്നമായ ശരീരമായിട്ട് വന്ന് ഞങ്ങൾ കേൾക്കാൻ എത്ര അല്ലാഹു എത്ര അനുഗ്രഹമായിട്ട് തന്നിരുന്നു അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ഞങ്ങളുടെ ജീവിതം പറഞ്ഞ കഷ്ടപ്പാട് പറഞ്ഞതുകൊണ്ട് മനുഷ്യനായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഇഷ്ടപ്പെടുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ പഠിപ്പിച്ചതുപോലെ വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളെ പറ്റി ദുആ ചെയ്യൂ, ഞാൻ ഉത്തരം തന്നെ. രണ്ട് ദുആത്തിൽ നിന്ന് അഹങ്കാര കാട്ടുന്നതിനാണ് ഇന്ത്യമാക്കിട്ട് അപമാനത്തിലാക്കിട്ട് അവിടെ നാം നരകത്തിലേക്ക് പ്രവേശിപ്പാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൈസ ഷൈഉൻ അക്റമ അല അല്ലാഹി തആല മിന ദുആ. അല്ലാഹുവിന്റെ മുൻപിൽ ഗൗരവമായ ഒരു വിഷയം അത് ദുആ അല്ലാഹു വേറൊന്നുമില്ല ചൊല്ലുന്നു. അടിമ എന്തുകൊണ്ട് അത്ര വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ട് ദുആ ചൊല്ലുന്നതായെങ്കിൽ കാരണം ഒരു മനുഷ്യ അല്ലാഹുവിന്റെ ദുആ അവന്റെ അശക്തി അവൻ കംപ്ലീറ്റ് വീക്ക് ചൊല്ലുന്നത് പ്രകടമാക്കണം. നക്കെന്തും പവറില്ല, എന്നിട്ട് ഒരു താകത്തുമില്ല, ഞാൻ ബലഹീനമായിട്ടില്ല. യാ റബ്ബ് നീ തന്നതല്ലാത്ത നക്കെന്തും ഇല്ല അല്ലാഹു ചൊല്ലുന്നു. അവൻ അവന്റെ ആജിസിനെ അശക്തി അവനെ പ്രകടമാക്കുന്നത് അവൻ വിനയാന്വിതനാവാണ്. അവന്റെ ദാരിദ്ര്യത്തെ അവൻ എന്തും ഇല്ല ചൊല്ലുന്നത് അല്ലാഹുവിനോട് കാട്ടാൻ ഇത്തരം ഇതിത്തരം ഒരു ദുആക്ക് മനുഷ്യന് ഒന്നാമത്തേത് അവൻ ആജിസ്. അതായത് കേവലമായ ആദത്ത് പോലെ അല്ല ദുആക്കുന്നത്. സാധാരണ ആളുമാരെ ആദത്ത് പോലെ അല്ലാഹു സഹോദരന്മാരെ ദുആ ചൊല്ലുന്ന
கணக்காக்கி இல்ல கேட்கணும் அல்லாஹ்வுடைய கேட்கணும் ரப்புடைய கேட்கிறது ஒரு கொசியும் ஒரு பிசும் அல்லாஹ்வுடைய யாரை அல்லாஹ்வுடைய வைத்து சம்பாஷணாக வந்து ஆள்வாரு நராயிது தீரோ சகோதரர்களே மாத்திரல்ல ஒரு முஃபஸிரிக சொல்லுது வல் இஅ்திராஃபு பி குவத்தி லில்லாஹி சுப்ஹானஹு அவனோ அல்லாஹ் சுப்ஹானஹு வ தஆலா பவர் நான் துர்பலை இருக்கிறேன் நான் வீக் இருக்கிறேன் நக்கலும் அகத்திலத்து நான் அவசியத்துள்ளவனை இருக்கிறேன் ஆக நான் ஆரோக்கிய கேட்கிறவன் அவன் சக்திசாலியாய் அவனை இருக்கிறாரு வயதினாஃபு பி குவத்தி லில்லாஹி சுப்ஹானஹு வல்லாஹு சுப்ஹானஹு யுக்ரிமு அப்தஹு பில் இஜாபா அல்லாஹ் சுப்ஹானஹு வ தஆலா உத்தரவிட்டது அவனுடைய அடிமையை அவனுக்கு கௌரவிக்கிறாரு ஃபயஸ்தஜீபு துஆஉ லிஸ்ஸஹாபி அல்லாஹ் சுப்ஹானஹு வ தஆலா அடிமைக்கு உத்தரவு கொடுக்கிறான்னு சொல்றாரு இது அதலே தீவிர ஆத்மாவும் ಸ್ವೀകരിಕನಾಯ ಮಾಡದನ್ನ ಅಲ್ಲಾಹ್வுடைய ಆತ್ಮಾರ್ಥವಾಗಿ ದುಆ ഇഖ്ലാസ് കൊടുത്തിട്ട് എന്ത് കുട്ടത്തരമിന്റെ പ്രോബ്ലംസ് എന്ന് ചൊല്ലിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു വിഷയമേ അല്ല നിങ്ങൾ എത്ര മനുഷ്യന്മാര് നിങ്ങൾ എല്ലാ പ്രോബ്ലംസും വെച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖജാനയിൽ ഒരു തെല്ലു പോലും കൊറടിയാവല ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ ഇത്തരത്തിലുള്ള വിഷയത്തെ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം ഞങ്ങളെ പ്രതി ഒരു സംകഷ്ടം പ്രതി ഒരു ആഗ്രഹ സഫലീകരണത്തിന് ഞങ്ങൾ രക്ഷാധികാരിക്ക് ഞങ്ങൾ വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ സ്വീകരിക്കുന്നു ചൊല്ലത് നിങ്ങൾ മനസ്സിലാക്കണം وأقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين إرسلتي صحودنا ചൊല്ലുന്ന വിഷയങ്ങൾ അല്ലാഹുവിന്റെ ദുആകളിൽ നമുക്ക് ഇഖ്ലാസ് എന്ന് ചൊല്ലതേക്ക് ഒരുപാട് നബിമാരുടെ ദുആ നോക്കി എന്തായി ചെറിയ ചെറിയ ലൈനിൽ നമ്മൾ കാണും ആനാ യൂനുസ് നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ സാലിമീൻ ആയക രക്ഷപ്പെട്ടവന്റെ ഗംഗാകര എന്തിരിക്കും കടലിൽ വീണൊരു വൈദ്യുതിയില്ല മൂന്ന് ചിമ്മ വീണൊരു ബയറുള്ള ചിമ്മ അതേപോലെ സരമാല തെരഞ്ഞെടുക്കുന്ന ചിമ്മ അതേപോലെ പ്രകൃതിയിലെ അന്ധകാര ചുമച്ചുന്നു ഈ ചിമ്മയിൽ നിന്ന് ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശത്തിന്റെ മേൽ അർശിന്റെ റബ്ബായ അല്ലാഹു ആ ദുആ കേട്ട് ഉത്തരം കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യൂനുസ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയിട്ട് ചൊല്ലുന്നു ഫകദാലിക നുൻജിൽ മുഅ്മിനീൻ ഈ രൂപത്തിൽ നിന്ന് മുഅ്മിനീകളെ ഫകദാലിക നുൻജിൽ മുഅ്മിനീൻ ചൊല്ലുന്നു സൂറത്തുൽ അംബിയ അതിലെ 88ാമത്തെ ആയത്തിലുള്ള കാലം രക്ഷപ്പെടുത്തുക ചൊല്ലുന്നു അതേപോലെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ദുആ റബ്ബി ഇന്നി മസ്സനി യദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ അതും ഒരു ലൈനും പൂർത്തിയാവാത്ത ചെറിയൊരു ലൈനുണ്ട് എന്തുകൊണ്ട് അത്ര പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയിട്ട് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ സ്വീകരിച്ച് ദുആക്കിയിട്ട് സന്താനത്തെ ഒപ്പസ് കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഉണ്ടാക്കിയത് വദിക്റാ ലിൽ ആബിദീൻ ഇതിനെ ദാസന്മാർക്ക് ഒരു പാഠായിട്ട് ഗ്രഹിച്ചുകൊണ്ട് അവിടെ പണിപാടി അപ്പോൾ മഹാന്മാരായ അംബിയാ മുർസലീങ്ങളുടെ ദുആ അല്ലാഹുവിന്റെ ദിക്ർ എല്ലാ നബിമാരും അല്ലാഹുവിന്റെ ദുആ എന്താണ് അതുകൊണ്ട് ഞങ്ങളെ എന്ത് സന്ദർഭത്തിൽ പോലും അല്ലാഹുവിന്റെ ദുആ ചൊല്ലതേക്കാം അങ്ങനെ നിയ്യത്ത് ഇഖ്ലാസ് ക്ലിയർ ആയക ഖേദകര ബേജാറ് ചൊല്ലുന്നെങ്കിൽ ഈ റബീഉൽ ആഖിറിൽ വഹീദി ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പേരിൽ ഖുതുബിയത്താക്കാൻ അവിടെ അതിൽ നിന്ന് ദുആ ലവാൻ ചൊല്ല നരകത്തിൽ നിന്ന് വഹീദി ശൈഖ് നജ്നി മിൻ ലവാഫിഹാ മഹാലികുഹു വഹീദി ശൈഖ് ലവാൻ ചൊല്ല നരകത്തിൽ നിന്ന് എല്ലാം കത്തിട്ട് ഭസ്മാക്കര പോലെ ലവാൻ ചൊല്ല നരകത്തിൽ നിന്ന് വഹീദി ശൈഖ് തന്നെ രക്ഷപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ എത്ര വലിയ ധിക്കാറായി അല്ലാഹുവെ ചോദിക്കുന്നത് തെറ്റിക്കാടിവിലെ അല്ലാഹുവെ റിസ്ക് തിന്നുന്നത് അല്ലാഹുവെ കാത്തുപോയിലാക്കിയത് അല്ലാഹുവെ തിക്കാടി അല്ലാഹു കൊടുത്തത് മുഹീദി ശൈഖ് റഹ്മത്തുള്ളാഹി എന്തിനെ കൊടുത്തത് കേട്ട് എന്തുമില്ല മുഹീദി ശൈഖ് പോലും അല്ലാഹുവിന്റെ ദുആനെ കൊണ്ട് വ്യക്തിത്വം എത്തിക്കുന്നത് മുഹീദി ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ സന്നിധിയിൽ വകൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ല് വഫീ ഖൽബിക തമില നിന്റെ കൽബിൽ
എത്ര ഇലാഹായിട്ട് ചൊല്ലും പോലും ನಾನು ಮನುಷ್ಯರು ಇനി ಇಲಾഹೆ ಮನುಷ್ಯന്മാരോട് വിളിച്ചെന്നായെങ്കിൽ ನಾನು ഉത്തര കൊടുക്കുക ചൊല്ലി മുതൽ എഴുതിത്വ അല്ലേ അല്ല ഹയാത്തിലേക്ക് വന്നു പോലും വൈദീശേഷോട്ടിಗೆ ഭഗവതെങ്കിൽ വ്യാധി ഭാഷ ഭഗവത് അർത്ഥമാവും ഇല്ല അയാൾ ഒന്നുമില്ലായ്മ വിളിച്ചു അയാളെ എതിർക്കുന്നത് അയാളിന് കേൾക്കുന്ന പോലെ സാമർത്ഥ്യം വർണ്ണിപ്പിക്കൊണ്ടിരാണ് അല്ലെ വർണ്ണിന്തവിടെ വീട്ടിൽ സാധ്യത ആ മനുഷ്യൻ പിന്നെ കേട്ടില്ല അവസ്ഥയിലേക്ക് മനസ്സിലാക്കി അപ്പൊ കൂടെ നീക്കത്തിൽ 500 വർഷം 600 വർഷം മുന്നോട്ട് മരിച്ചുപോയ ഒരു ആളെ ഇരിക്കുന്നതായെങ്കിൽ അടിമ അക്കൽ ഇവിടെ വിത്വാണെങ്കിൽ സഹോദരമാണ് ഇത് വലിയൊരു കുംസാളെത്തിക്ക് ഈ സമുദായത്തിൽ ഈ ഇസ്ലാമിന്റെ പേരിൽ ആഗ്രഹത്തെ ഒരു അന്യായത്തിക്ക് അപ്പൊ അതുകൊണ്ട് നന്ദി കിട്ടിയപ്പോൾ ഈ നിയമത്തിൽ വലിയൊരു നിയമത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക അടിവരടി കേൾക്കുവാണ് എനിക്ക് ഞാൻ ചോദ്യത്തിൽ എനിക്ക് റിസ്ക് തന്നില്ലേ എനിക്ക് ഇത്രയുള്ള നിയമത്തെ തന്ന് അല്ലാഹുവിനെ ശിർക്കാക്കിയതായെങ്കിൽ അത് ദുൽമായിരിക്കും ഏത് ഹക്ക് അല്ലാഹു കൊടുക്കുന്ന അടിമ ആ ഹക്കായ ഇബാദത്ത് അല്ലാഹു അല്ലാഹുവിനെ കൊടുത്തതാകുന്നു ആ അല്ലാഹുവിന്റെ ഇബാദത്ത് ധാരാളം വെച്ചെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടും മാഫാക്കല അല്ലാഹു സുബ്ഹാനഹു വ തആല മാഫാക്കല എന്നാണ് അല്ലേ അത്ര വലിയ ദുൽമായിരിക്കും കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയെ ഗർഭാശയത്തിൽ നിന്ന് തുടങ്ങി അവിടെ മരിക്കുന്നവർ മനുഷ്യനും അവിടെ രക്ഷപ്പെട്ട ഒരേ രക്ഷാധികാരം അല്ലാഹു വഹിക്കുക ചിലപ്പോൾ ആവശ്യക്കാർക്ക് കുഫറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് കൊടുത്തോണ്ടിരിക്കുക ആലോചനാക്കട്ടെ മനസ്സിലാക്കട്ടെ അക്കറുപേരാക്കട്ടെ ആകാശ ഭൂമിയുടെ ദൃഷ്ടാന്തത്തെ സേവനം തുടങ്ങി തൗഹീദിനെ മടങ്ങി നടത്തിയിട്ടു അല്ലേ ആരെങ്കിൽ മനുഷ്യൻ മടങ്ങിയിട്ട് വന്നാല് അവിടെ റൂഹോടെ മുന്നോട്ട് മടങ്ങി വന്നതായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദോഷത്തെ മാഫാക്കുന്നത് യുബദ്ദിലുല്ലാഹു സയ്യിആതി ഹസനാത്ത് അവിടെ എല്ലാ സയ്യിആത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസനാത്തായിട്ട് ബദലാക്കണം അല്ലാഹു അക്ബർ ഗഫൂർ റഹീമായ അല്ലാഹുവിനെ മനസ്സിലാക്കുന്നത് എത്ര വലിയ പരാജയ പക്ഷമാണ് അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷാധികാരിയെ പൂർണ്ണമായി സ്വീകരിക്കും ഈ തൗഹീദ് എന്ന കൽബിൽ അടിമറച്ചിട്ട് ജീവിക്കും അത് വിശുദ്ധ പഠിക്കണം അല്ലാഹുവിനെ വിശുദ്ധിയായ പഠിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാത്ത റിസ്ക് തന്നാൽ സഹോദരന്മാർ അതുകൊണ്ട് ഈ വിഷയത്തെ ശുദ്ധിയുമായി മറിച്ചു പോയെങ്കിൽ കാലകാല നരകല്ലാത്ത വേറൊന്നുമില്ല ചൊല്ലു ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവമായി പഠിപ്പാനുള്ള ഒരു വിഷയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ സന്ദേശത്തെ മനസ്സിലാക്കി എല്ലാവിധ ശിർക്കും വിദ്യാർത്ഥും ഖുറാഫാത്തും അനാചാരം അന്ധവിശ്വാസത്തിൽ നിന്ന് കൂട്ടുനിന്നിട്ട് യഥാർത്ഥമായി തൗഹീദും ഈമാനും ചെയ്തും അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ചെയ്ത് മടങ്ങിയിട്ട് മുവഹ്ഹിദായി ജീവിക്കുന്ന മുത്തഖീകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം ഹലാലായ ഉദ്ദേശത്തെ പൂർത്തിയാക്കി തരട്ടെ ഒരു ആളിനെ വേണ്ടിയ ദുആ ചെയ്യുന്നു അയാളിൽ ഒരു സ്വാലിഹായ മഹാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു സ്വാലിഹായ ആളിനെ ഏൽപ്പിച്ചിട്ട് മങ്ങിയത്തിന് വേണ്ടിയിട്ട് വസിയത്താക്കി അതേപോലെ അയാളെ ആഫിയത്തിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ കുടുംബത്തെ നല്ലൊരു സമാധാനത്തിൽ വാതാവരണം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കട്ടെ അയാളെ പെണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ ദീനിയായ ചിന്തകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുക്കട്ടെ അയാളെ ആഫിയത്തും ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു തരുകയും അതേപോലെ നല്ല ആത്മാവ് അതേപോലെ കഷ്ടപ്പാടിൽ പോലും ആത്മാവുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യരെ കഷ്ടപ്പാടെന്നേ അങ്ങനെ ബേജാരെന്നേ അങ്ങനെ പരീക്ഷ എന്നേ ആദ്യമാണ് അല്ലാഹു വഹിക്കാൻ അല്ലാഹുവേ നീ എല്ലാ ആത്മാരും അങ്ങനെ പരീക്ഷണത്തിൽ അങ്ങനെ കഷ്ടപ്പാട് ദൂരാക്കിയിട്ട് അങ്ങനെ റാഹത്തിൽ ഒരു സമാധാനത്തിൽ വാതാവരണം അല്ലാഹുവേ നീ ഉണ്ടാക്കി കൊടുക്കണം അല്ലാഹു റഹ്മാനായ അല്ലാഹ് ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാക്കിയിട്ട് ഞങ്ങളെ ആൺമക്കളെ സ്വാലിഹായ മക്കളാക്കിയിട്ട് ഞങ്ങളെ പെണ്ണുമക്കളെ സ്വാലിഹത്തായ മക്കളാക്കിയിട്ട് ഈ ദുനിയാവിൽ മേൽ നിന്റെ ദീനിനെ ശക്തിപ്പെടുത്തുന്ന ഒരു സംഘാക്കിയിട്ട് അല്ലാഹുവേ നീ ഞങ്ങളെ പറഞ്ഞ ഞങ്ങൾ മരിച്ചു പോയിരുന്ന ഞങ്ങളെ മക്കൾ ഞങ്ങൾക്ക് ദുആകളെ പോലെ സ്വാലിഹായ മക്കളാക്കിയിട്ട് തീരുമാനം റഹ്മാനായ അല്ലാഹുവേ പൂർണ്ണമായ ഇജ്ജത്തും ജാമന്റെ ചിഹ്നമാക്കി എല്ലാ ചെറിയ വലിയ ദോഷത്തെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മാഫാക്കി അല്ലാഹുവേ നീ കഠിന കഠോരമായ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തുക ഇനി ജന്നാത്തുൽ ഫിർദൗസ് സ്വർഗ്ഗത്തിൽ എല്ലാവരും ഒന്നാക്കിയിട്ട് കൊണ്ടുവന്ന അർഹമമായ അല്ലാഹ് എല്ലാവരുടെ മാരകമായ സീക്ക് കൊറോണ പോലത്തെ ക്യാൻസർ പോലത്തെ എല്ലാവരുടെ മാരകമായ സീക്കിൽ നിന്നും പരീക്ഷണത്തിൽ നിന്നും റബ്ബേ ഈ സമുദായത്തിനെ രക്ഷപ്പെടുത്തുക അർഹമമായ അല്ലാഹ് ദാരിദ്ര്യത്തിൽ നിന്നും കടത്തിൽ നിന്നും കഷ്ടപ്പെടുന്ന ആൾമാരെ എല്ലാം കഷ്ടപ്പാട് നീ ദൂരമാക്കുക അല്ലാഹ് അർഹമമായ അല്ലാഹ് ഞങ്ങളെ മറിച്ചുപോയ ആൾമാരെ സഹിയായ ജീവിതം വെച്ചെടുക്കുക അല്ലാഹ് റഹ്മാനായ അല്ലാഹ് ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങൾ എല്ലാവരും
മുഅ്മിനീങ്ങളും മുസ്ലിമാത്തുകളും മുസ്ലിമീങ്ങളും മുസ്ലിമാത്തുകളും നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് സ്വർഗ്ഗത്തിൽ ഒന്നാക്കിക്കൊണ്ട് റബ്ബേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداء الدين وانصر عبادك المؤمنين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا الحمد لله رب العالمين.